എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റ് ഈ വർഷത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ ഇന്നു മുതലാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉടൻ. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോയിലേക്ക് വന്നത് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികളെ അങ്ങനെ അടുത്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്കിതിനെ വീഡിയോയിലേക്ക് പോകാം. ഈ +1 അലോട്ട്മെൻറ്റ്, ഈ വർഷത്തെ +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയങ്ങളാണ് അഡ്മിഷൻ എന്ന് മുതലാണ്, അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക, പിന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ചും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് HSCയും VHSCയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ഇന്നു മുതലാണ്. നാളെ വൈകുന്നേരം 4 PM വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക എന്ന് വിദ്യാർത്ഥി ഓർത്തിരിക്കുക. നാളെ വൈകുന്നേരം 4 മണി വരെയാണ്, ടുമാറോ 4 മണി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതെന്ന് വിദ്യാർത്ഥി ഓർത്തിരിക്കുക. റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. HSCAP എന്ന വെബ്സൈറ്റിൽ കയറുക. HSCAP ഈ 5 അക്ഷരം മാത്രം ഒന്ന് സെർച്ച് ചെയ്താൽ മതി. HSCAP എന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അവരുടെ വെബ്സൈറ്റിൽ കയറാൻ സാധിക്കും. കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ലിങ്ക് അവിടെയുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ID, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ്, ജില്ല നൽകി ഇവിടെ ഒരു കുഞ്ഞു കോളത്തിൽ എന്ത് ചെയ്യും, ലോഗിൻ എന്നൊരു ബട്ടൺ അവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. ഇനിയിപ്പോൾ സോറി, യു ഹാവ് നോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം, പെർമനൻറ്റ് അഡ്മിഷൻ വേണം എടുക്കാൻ. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അഡ്മിഷൻ ഇന്ന് രാവിലെ ടുഡേ 10 മണി മുതൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ടൈമിൽ, അതായത് മൺഡേ 10 മുതൽ ട്യൂസ്ഡേ എന്ത് ചെയ്യണം, വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അഡ്മിഷനായി ഹാജരാകാൻ സാധിക്കും. അതായത് ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷന് ഹാജരാകാൻ സാധിക്കുക. VHSC ആകുമ്പോൾ എന്ത് ചെയ്തിരിക്കും, 5 മണി എന്നുള്ളത് എന്ത് ചെയ്യും, 4 മണിയായിട്ട് ചുരുങ്ങിയിരിക്കും കേട്ടോ. VHSCയുടെ ടൈം എപ്പോഴും 4 മണിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ ഒരു ഉച്ചയോടൊക്കെ കൂടി, അതിൽ തന്നെ മാക്സിമം പോയാൽ നാളെ ഉച്ചയോടൊക്കെ കൂടി തന്നെ അഡ്മിഷൻ എടുക്കുക. അല്ലാതെ വൈകുന്നേരം ആകാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇന്ന് പറ്റുന്നവർ ഇന്ന് തന്നെ പോയി എടുത്തോളുക. അലോട്ട്മെൻറ്റ് കിട്ടുന്നവർക്കെല്ലാം അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ത് ചെയ്യും കിട്ടും. അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും. അത് പ്രിൻ്റ് എടുത്തുകൊണ്ട് പോയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ ഹാജരാൻ. ചില സ്കൂളുകളിലൊക്കെ പ്രിൻ്റ് എടുത്ത് തരും. ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അക്ഷയെന്നോ നമ്മൾ സ്വന്തമായിട്ടോ എന്ത് ചെയ്യണം, അതിൻ്റെ ഈ പ്രിൻ്റ് എടുക്കുന്ന ഫോട്ടോസ്റ്റാറ്റ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് പോയി പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാവും. ഈ മാസം 11 കൂടി തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് HSC ആയിക്കോട്ടെ VHSC ആയിക്കോട്ടെ, ഈ മാസം 11 കൂടി തന്നെ ട്രാൻസ്ഫർ വിളിക്കാനുള്ള വളരെ സാധ്യത കൂടുതലുണ്ട്. അതിനുശേഷമായിരിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുക. ഏതായാലും ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം എന്ത് സംഭവിക്കും, എന്ത് ചെയ്യും, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കും. അതിനുശേഷമായിരിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുക. ഏതായാലും അഡ്മിഷൻ ഇന്ന് മുതലാണ്. ഇങ്ങനെ വരച്ച് പഠിക്കാൻ നല്ല രസമല്ലേ, എന്തെങ്കിലുമൊക്കെ വരച്ച് പഠിക്കാം. അപ്പം അതിൻ്റെ അഡ്മിഷൻ നടപടികളൊക്കെ നാളെ വൈകുന്നേരം 5 മണിയോട് കൂടി തന്നെ പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കുക. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.